പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് കൊണ്ട് ഒരു തേങ്ങാക്കറി എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു മൺചട്ടിയിലാണ് ഞാനിന്ന് കറി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, 2 ചെറിയ ഉള്ളി. ഇവ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത ശേഷം ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പ് നമുക്ക് പച്ചക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം അരപ്പുമായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള വറവിട്ട് കൊടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ കറിയിലേക്ക് ഒന്ന് താളിക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ ഒരു വെജിറ്റബിൾസ് കറിയുടെ റെസിപ്പിയാണ് നമ്മളിവിടെ കണ്ടത്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്ത ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് കാണും വരേക്കും. താങ്ക് യു.